ഇപ്പോൾ സഭ പിരിഞ്ഞു. നാളെ രാവിലെ 9 മണിക്ക് മാത്രമേ സഭ സമ്മേളിക്കുകയുള്ളൂ. വലിയ ബഹളത്തെ തുടർന്ന് പ്രതിഷേധത്തെ തുടർന്ന് സഭ പിരിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരുപക്ഷെ MLA-മാർ പുറത്തേക്കെത്തി, മീഡിയ റൂമിലെത്തി മാധ്യമങ്ങളെ കാണാനാണ് സാധ്യത. അതല്ല എങ്കിൽ പുറത്തേക്കെത്തി നിയമസഭയ്ക്ക് പുറത്ത് പ്രതിഷേധവുമായി പ്രതിപക്ഷ MLA-മാർ എത്താനാണ് സാഹചര്യം. എന്തായാലും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിൽ നേർക്കുനേർ നടന്ന വാക്പോരാണ് സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് ഇന്ന് സഭ തന്നെ തുടരാനാകാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അരുൺ കൂടി എന്നോടൊപ്പം ചേരുന്നു. അരുൺ, സഭ പിരിഞ്ഞിരിക്കുകയാണ്. എന്തായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്ന തുടർ നീക്കങ്ങൾ? തീർച്ചയായിട്ടും ഇതിൽ സ്പീക്കറുടെ ഓഫീസിന്റെ നടപടി ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. കാരണം ഒന്നിലധികം പ്രതിപക്ഷ MLA ആദ്യം മാത്യു കുഴൽനാടനാണ് സ്പീക്കറുടെ ഡയസിലേക്ക് കയറിയത്. അവിടെ നിന്ന് മാത്യു കുഴൽനാടിനെ വാച്ച് ആൻഡ് വാർഡ് തള്ളി പുറത്താക്കാൻ ശ്രമിച്ചു. അതിനിടെ IC ബാലകൃഷ്ണൻ, ഉമ, അതുപോലെ അൻവർ സാദത്ത്, ബിൻസ തുടങ്ങിയ MLA-മാർ കൂടി സ്പീക്കറുടെ ചേംബറിലേക്ക് എത്തിയത്. RSS അജണ്ടയാണ് നടപ്പാക്കുന്നത് പറഞ്ഞുള്ള ബാനറാണ് സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് അവിടെ പ്രദർശിപ്പിച്ചത്. സഭാ നടപടിക്രമങ്ങൾ പ്രകാരം വലിയ ചട്ടലംഘനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഏതായാലും സഭ ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നു. വളരെ രൂക്ഷമായ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. അസാധാരണമായ രാഷ്ട്രീയ സാഹചര്യം സഭയ്ക്കുള്ളിലും, അതായത് സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം എത്രത്തോളം കലുഷിതമാണോ അതിന്റെ നേർ പകർപ്പാണ്, നേർ ചിത്രമാണ് ഇന്ന് സഭയിലും ഉണ്ടായത്. സാധാരണഗതിയിലുള്ള പ്രതിഷേധം അപ്പുറത്തേക്ക് നമുക്കറിയാം. VD സതീശൻ പ്രതിപക്ഷ വന്ന ശേഷം അദ്ദേഹം കൃത്യമായി ഒരു മിതത്വം, ഈ പ്രതിഷേധങ്ങളിൽ മിതത്വം പാലിക്കാറുണ്ട്. സഭ ബഹിഷ്കരിക്കുന്നത് പോലും ഇറങ്ങിപ്പോകുന്നത് പോലും അത്യസാധാരണമായ സാഹചര്യം മാത്രം നിലപാടെടുത്ത ആളാണ്. പിന്നീട് അദ്ദേഹത്തിന് ആ നിലപാടിലേക്ക് പിന്നാക്കം പോകേണ്ടി വന്നു. സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് വിമർശനം ഇങ്ങനെയല്ല പ്രതിപക്ഷ സഭയിൽ പെരുമാറേണ്ടത് എന്ന് പ്രതിപക്ഷ വിമർശനം എന്ന് പറയുന്നത് കുറച്ചുകൂടി അദ്ദേഹം അഗ്രസീവായി ഇടപെട്ടു. പക്ഷേ ഇന്നുണ്ടായത് ഒരുപക്ഷെ പ്രതിപക്ഷം നേതാവ് ആഗ്രഹിക്കാത്തതുള്ള ചില ഇടപെടലുകളാണ്. പ്രതിപക്ഷത്തെ MLA-മാർ സഭ സ്പീക്കർ ഡയസിലേക്ക് തള്ളിക്കയറിയിരിക്കുന്നു. അത്യന്തം സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് സഭ പോയിരിക്കുന്നു. സ്വാഭാവികമായും ഇത് ഭരണപക്ഷം നടപടി ആവശ്യപ്പെടും. ഏതായാലും ഇപ്പോൾ സഭ പിരിഞ്ഞ് പ്രതിപക്ഷം പുറത്തേക്ക് വരാൻ തന്നെയാണ് സാധ്യത.